ചേച്ചി പറഞ്ഞോളൂ, എന്താണ് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയുള്ളത്? അത് സാരല്ല കേട്ടോ. ശരി, വീടൊക്കെ ആകും. പടച്ചോനല്ലേ വലുത്. പിന്നെ പടച്ചോനെ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട്. അവരൊക്കെ നിങ്ങളെ സഹായിക്കും. അറിയേണ്ട താമസമുള്ളൂ. ഒന്നും ബേജാറാണ്ട കേട്ടോ. ഒന്നും സാരല്ല, ഒന്നുമില്ല. അതൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിന് യോഗ്യരായ ആളുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓണവും എല്ലാം ആഘോഷിക്കാം. അതിനൊക്കെ ഒരു സാഹചര്യം വരും കേട്ടോ. സ്നേഹ കൂട്ടുകാരെ, മുഴുവൻ ആളുകൾക്കും നമസ്കാരം. ഓണമൊക്കെ ആണല്ലോ. പള്ളീൻ്റെ കുറച്ചപ്പുറത്തല്ല, പരിസരത്തൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയതാ. പൊതുവെ എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോഴും മനസ്സിൽ തീയുമായി കഴിയുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ. അത് ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ വളരെ ദയനീയമായ അല്ലെങ്കിൽ വേദനാജനകമായൊരു കാഴ്ച. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് തന്നെ ദേവി ചേച്ചിയുടെ അരികിലാണ്. ദേവി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഘോഷത്തിലും ഓണത്തിനും വേണ്ടി ഒരുങ്ങിക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ തീയാണ്. മറ്റൊന്നുമല്ല, 20 വർഷത്തോളമായി താമസിക്കുന്ന ആ ഒരു വീട് സ്വന്തം അല്ല ശരിക്ക്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സ്ഥിതി എന്ന് പറയുമ്പോൾ മറ്റൊരാളുടേതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറങ്ങി കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ടപ്പം പറഞ്ഞ് ബേജാറാണ്ട, സാരല്ല, ഇതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. കാരണം ഇതൊക്കെ കേൾക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമകൾ ഒരുപാടുണ്ടല്ലോ. അവരോടൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ഏത് വിഷയങ്ങൾക്കാണ് പരിഹാരമില്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ആശ്വസിപ്പിച്ചതാണ്. ഏതായാലും നമുക്കൊന്ന് ദേവി ചേച്ചിയൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കാം. ദേവി ചേച്ചി, എന്തൊക്കെ വിശേഷങ്ങൾ? എന്തിനാണ് കരയുന്നത്? ഒന്നും സാരല്ല, കരയണ്ട, ഒന്നും സാരല്ല. നമ്മുടെ വീടിൻ്റെ ഒരു വിഷയമല്ലേ. അതൊക്കെ ഈ വീഡിയോ കാണുന്ന അനേകായിരങ്ങളുണ്ട്. അവരൊന്നും മനസ്സ് വെച്ച് നല്ല മനസ്സിൻ്റെ ഉടമകളായി ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ പ്രശ്നം പരിഹരിച്ച് തരും. ഒന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ദയനീയമായൊരു അവസ്ഥയിലാണ് ഈ വീടുള്ളത് തന്നെ. പക്ഷേ എങ്കിൽ പോലും 3-3.5 സെൻറ്റിലുള്ള ഈ സ്ഥലം, ഈ വീട് സ്വന്തമായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നിശ്ചിത പൈസ കൊടുക്കണം. അതായത് 8 ലക്ഷത്തോളം പൈസ ഇത് വാങ്ങാൻ തന്നെ. പിന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണി അടക്കം 2 ലക്ഷം. ടോട്ടൽ ഒരു 10 ലക്ഷമെങ്കിലും ഉണ്ടായാലേ ഇതൊരു സ്വസ്ഥമായി ജീവിക്കാൻ ഉതകുന്ന വീടാകുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഒരു ഗതിയില്ല. ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. പിന്നെ മക്കളില്ല, ആകെ ഒറ്റപ്പെട്ടു. മറ്റു വീടുകളിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് അതാത് ദിവസത്തേക്കുള്ള അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കണ്ട് മനസ്സലിയുന്ന ജാതിമത ഭേദമന്യുള്ള ഒരുപാട് സുമനസ്കരായ നല്ല മനുഷ്യന്മാർ ദേവി ചേച്ചിയുടെ വീടിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇവിടുത്തെ ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ബഹുമാന്യരെ, ദേവിയേച്ചിയെ സഹായിക്കാൻ അത്തായക്കുന്നിലെ സുമനസ്സുകളൊക്കെ കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ നാട്ടിന് അകത്തും പുറത്തുമുള്ള എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദേവിയേച്ചിക്ക് ആ വീട്ടിൽ സ്വന്തമായി താമസിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണ്. അപ്പോൾ അവർ തികച്ചും ഒരു അനാഥത്വത്തിലുള്ള ഒരു സ്ത്രീയാണ്. അവരെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അത്താഴക്കുന്ന് ബദർപള്ളിൻ്റെ അടുത്തുള്ള ഹംസപ്പള്ളിക്കടുത്തുള്ള ഒരു ഫാമിലിയാണ്. ഇവർ വളരെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞ് വളരെ സഹായത്തിന് അർഹതപ്പെട്ടവരാണ്. അതിനെല്ലാവരും ഒത്തുചേർന്ന് കൈകോർത്താൽ ഇത്രയും ചെറിയ 10 ലക്ഷം റുപ്യ എന്നെല്ലാം പറഞ്ഞാൽ ഇന്നൊന്നുമല്ല, കോടികൾ നമ്മുടെ സംഘടിതമായ ശ്രമഫലമായിട്ട് നമ്മൾ പിരിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓണത്തിൻ്റെ നല്ല നാളുകളിൽ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും കൈകോർക്കണം എന്ന് അഭ്യർത്ഥിക്കും. പ്രത്യേകമായി അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, സ്വാഭാവികമാണ്, ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലും കൊടുക്കാനൊന്നും കഴിഞ്ഞോളന്നില്ല. ഇനി അതല്ലെങ്കിലും കൊടുക്കാൻ സന്നദ്ധരായ സുമനസ്കരായ അനേകം ആളുകളുണ്ട്. അവരിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് കൂടി കാര്യങ്ങളൊന്ന് ഉണർത്തി കൊടുക്കണമെന്ന്. മറ്റൊരു കാര്യത്തിന് കിട്ടുന്ന റവന്യൂ എന്താണ്, ഇൻഷാ അല്ലാഹ് അത് എന്ത് ചെയ്യും, ഞാൻ മുഴുവനായിട്ടും ഇതിൻ്റെ റവന്യൂ ഈ സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള വീടിനെ തന്നെ കൊടുക്കും. അതും കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. പരമാവധി ഷെയർ ചെയ്യണമെന്ന് സ്നേഹബുദ്ധിയായി ഉണർത്തുകയാണ്.